Dear students, welcome to a new class on parallel lines. ഇന്ന് നമുക്ക് പുതിയൊരു ടേം പരിചയപ്പെട്ടു തുടങ്ങാം. മീഡിയൻ. If we consider a triangle, the median of that triangle is the line joining one vertex at the midpoint of the opposite side. Here let us consider the midpoint of this side. And so the line joining this vertex and the midpoint of the opposite side, we call it a median. And so here this one is a median. Therefore, median is the line joining one vertex and the midpoint of the opposite side. That is the definition of a median. Now let us have a new term, centroid. Centroid means if we consider one more median, then there will be an intersecting point of the median. That intersecting point we call as the centroid of a triangle. Centroid. It is the meeting point of medians. That is the centroid. ഇനി ഒരു മീഡിയനും കൂടി ഇവിടെ വരയ്ക്കാനുണ്ട്. ആ മീഡിയനും പാസ് ചെയ്യുന്നത് മറ്റ് രണ്ട് മീഡിയനും ഇന്റർസെക്റ്റ് ചെയ്ത പോയിന്റിലൂടെ തന്നെയാണ് എന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണാം. ഓക്കെ. Now we have to formulate, we have to find out a very important theorem related to centroid of a triangle. സെൻട്രോയിഡുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ആ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട്, ആ തിയറം ചെയ്യുന്നതിന് മുമ്പായിട്ട്, യു ഹാവ് ടു ഡ്രോ ദിസ് ഫിഗർ ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് ഈസ് മീഡിയൻ ആൻഡ് സെൻട്രോയിഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. നൗ സീ ദാറ്റ് റൂൾ, see that law that we are going to derive. Prove that the centroid divide each median in the ratio 2:1. Centroid divide each median in the ratio 2:1. This one is that important rule. Here I have drawn a triangle. Let us draw two medians first. One from this vertex and the other from this vertex. When we have drawn two medians, they will meet at a point. Let us name the triangle by ABC. Let ABC be the triangle. ABC be the triangle and the medians be BD and CE like that. Let us write all these things in the figure. In the figure, what do we say? In the figure, BD, CE are medians. മാത്രമല്ല, let O be the centroid. Let O be the centroid. Let O be the centroid. നമുക്ക് ആദ്യം ഇവിടെ ഒ ബിയുടെയും ഒ സിയുടെയും മിഡ് പോയിന്റ്സിനെ ഒന്ന് മാർക്ക് ചെയ്യാം. കൃത്യമായിട്ട് മിഡ് പോയിന്റ്സ് ആക്കണമെന്നില്ല. ജസ്റ്റ് സപ്പോസ് ദീസ് ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് ഒ ബി. ഇത് ഒ ബിൻ്റെ മിഡ് പോയിന്റ് ആണെന്ന് സപ്പോസ് ചെയ്യുക. ഒ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഒ സിയുടെ മിഡ് പോയിന്റ് ആണ് ഇതെന്ന് സപ്പോസ് ചെയ്യുക. ഓക്കെ, അതിന് നമുക്ക് DEFG എന്ന് പേര് കൊടുക്കാം. അപ്പം എന്താണ് ഇവിടെ കണ്ടത്? ലെറ്റ് F, G be the midpoints of OB and OC. ഇനി നമുക്ക് മീഡിയൻ എന്ന് പറയുന്നത് ബി ഡി ഒരു മീഡിയനാണ്. ആ മീഡിയനെ സെൻട്രോയിഡ് 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതും തമ്മിലുള്ള റേഷ്യോ 2:1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ഇതുണ്ടാകുന്ന രീതിയിലാണ് ഓ നിലകൊള്ളുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഈ മീഡിയൻ്റെ ഇത് സംഭവിച്ചോളണം. അപ്പോൾ നമ്മൾ ചെയ്യണത് ഇവിടെ എഫും ജിയും ഈ സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, നമുക്ക് ആദ്യം ED ജോയിൻ ചെയ്യാം, EFG ജോയിൻ ചെയ്യാം. ഓക്കെ, ലെറ്റ് us join ED ആൻഡ് FG. EDയും FGയും നമുക്ക് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് അത് ജോയിൻ ചെയ്യാം. EDയും FGയും ജോയിൻ ചെയ്യാം. ED ജോയിൻ ചെയ്തു, EFG ജോയിൻ ചെയ്തു. ഇപ്പം എന്താ നമ്മൾ കാണുന്നത്? ED എന്ന് പറയുന്നത്
ഇ ഡി, ഇ ഈസ് ദി മിഡ് പോയിന്റ്. നമ്മൾ സിയിൽ നിന്ന് ഈ സൈഡിലെ മിഡ് പോയിന്റിലേക്കാണ് ജോയിൻ ചെയ്തത്. ഇ ആൻഡ് ഡി ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് എ ബി ആൻഡ് എ സി. എ ബിയുടെയും എ സിയുടെയും മിഡ് പോയിന്റ്സ് ആണ് ഇയും ഡിയും. അപ്പോൾ ഇ ഡി എന്ന് പറയുന്ന ലൈന് is the line joining midpoints of two sides of a triangle, and so it will be parallel to third side BC and it will be half of third side BC. Therefore നമുക്ക് ഇത്രയും കൺസ്ട്രക്ഷൻസ് എന്ന് പറയാം. ED is equal to, see, ED is equal to, ED നെ പറ്റി നമുക്ക് എന്ത് പറയാം? ED is equal to half of BC and ED parallel to BC. എന്ന പോലെ ഫ്രം ട്രയാങ്കിൾ ഒ ബി സി, ഒ ബിയുടെ മിഡ് പോയിന്റ് ആണ് എഫ്, ഒ സിയുടെ മിഡ് പോയിന്റ് ആണ് ജി. അപ്പോൾ ഒ ബി സിയെ സംബന്ധിച്ചിടത്തോളം എഫ് ജി എന്ന് പറയുന്നത് ടു സൈഡ്സിന്റെ മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനാണ്. ഫ്രം ട്രയാങ്കിൾ ഒ ബി സി നമുക്ക് മനസ്സിലാവണം എന്താണ് എഫ് ജി എന്ന് പറയുന്നത്. From triangle OBC, F and G are the midpoints of OB and OC. FG is the line joining midpoints of two sides of a triangle, and so this should be half of BC and it should be parallel to BC. Therefore, FG is equal to half of BC and FG parallel to BC എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാവാണ്. ഇപ്പോൾ ഇ ഡി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ബി സിയുടെ ഹാഫാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. ബി സിയുടെ ഹാഫാണ് ഇ ഡി. ഇപ്പോൾ പറയാണ് എഫ് ജി എന്ന് പറയുന്നതും ബി സിയുടെ ഹാഫാണ്. അതായത് ഇ ഡിയും എഫ് ജിയും രണ്ടും ബി സിയുടെ ഹാഫാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇ ഡിയും എഫ് ജിയും ഈക്വൽ ആണ്. Therefore, ഇ ഡി ഈസ് ഈക്വൽ ടു എഫ് ജി ആണെന്ന് മനസ്സിലായി. അതായത് ഇ ഡിയും എഫ് ജിയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. കാരണം രണ്ടും ബി സിയുടെ ഹാഫാണ്. മാത്രമല്ല ഇത് രണ്ടും ബി സിക്ക് പാരലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് മനസ്സിലായല്ലോ, ഇ ഡി ബി സിക്ക് പാരലാണ്, എഫ് ജി ബി സിക്ക് പാരലാണ്. ഇത് രണ്ടും ബി സിക്ക് പാരലാണെങ്കിൽ ദേ ആർ പാരലൽ അല്ലേ? അവർ തമ്മിൽ പാരലാണ്, ദേ മ്യൂച്വലി പാരലൽ. ദാറ്റ് മീൻ അത് നമുക്ക് എഴുതാം. അതായത് ഇ ഡി പാരലൽ ടു എഫ് ജി എന്നും പറയാം. എന്ന് പറയുമ്പോൾ നമ്മൾ ഇ ഡിയെയും എഫ് ജിയെയും പരിഗണിച്ചാൽ ദേ ആർ ഈക്വൽ ആൻഡ് ദേ ആർ പാരലൽ. ആൻഡ് ഇഫ് വി ജോയിൻ ഇ എഫ് ആൻഡ് ഡി ജി, അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഫിഗർ നമുക്ക് കംപ്ലീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് യു ക്യാൻ സി, നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്താൽ നമ്മുടെ വരച്ചെടുത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ എന്ന് പറയുമ്പോൾ ദേ ഷുഡ് ബി എ പാരലോഗ്രാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എന്ന്, ഇത്രയും വലിയ സ്റ്റേറ്റ്മെന്റ്, ഇ ഡി ഈക്വൽ ടു എഫ് ജി ആൻഡ് ഇ ഡി പാരലൽ ടു എഫ് ജി, ദെയർഫോർ ഇ എഫ് ജി ഡി അല്ലെങ്കിൽ ഡി ഇ എഫ് ജി ഇസ് എ പാരലോഗ്രാം എന്ന് പറയാം. ഡി ഇ എഫ് ജി ഈസ് എ പാരലോഗ്രാം എന്ന് മനസ്സിലായി. ഇതൊരു പാരലോഗ്രാം ആണെന്ന് മനസ്സിലായി. പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യണം? ബൈസെക്ട് ചെയ്യണം. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം, അങ്ങനെ ഒരു നിയമമുണ്ട്. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട്സ് ഈച്ച് അതർ. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട്സ് ഈച്ച് അതർ. അതുകൊണ്ട് എന്ത് പറയാം? എഫ് ഡി എന്ന് പറയുന്നത് ഒരു ഡയഗണലാണ്, ഇ ജി എന്ന് പറയുന്നത് വേറൊരു ഡയഗണലാണ്. അത് ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എഫ് ഡി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്തിനെ ഒ രണ്ട് ഈക്വൽ പീസായി മുറിക്കും. ദെയർഫോർ ഒ എഫ് ഈസ് ഈക്വൽ ടു ഒ ഡി എന്ന് പറയാം. ഓക്കെ, ഡയഗണൽസ് മ്യൂച്വലി മുറിക്കും എന്ന് പറഞ്ഞാൽ, ഈക്വലായി മുറിക്കും എന്ന് പറഞ്ഞാൽ എഫ് ഡിനെ ഇ ജി മുറിച്ചിട്ടുണ്ടാവും രണ്ട് ഈക്വൽ പീസാക്കിയിട്ട്. അതുകൊണ്ട് ഒ എഫും ഒ ഡിയും ഈക്വലായി. നമ്മൾ ആദ്യമേ എഫ് എടുത്തിരിക്കുന്നത് എങ്ങനെ? ഒ ബിയുടെ മിഡ് പോയിന്റ് ആയിട്ടാണ്. ഒ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസിന്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ എഫ് എടുത്തത് അല്ലേ? എഫ് ഈസ്
ദി മിഡ് പോയിന്റ് ഓഫ്, ഇത് നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞതാണ്, മിഡ് പോയിന്റ് ഓഫ് ഒ ബി ആണ് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചോളണം, ഒ എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബി എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ഈക്വലാണ്. എഫ് എന്ന് പറയുന്ന ഈ പോയിന്റ് ഒ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസിന്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. അങ്ങനെ എടുത്തതുകൊണ്ട് ഒ എഫും ബി എഫും ഈക്വൽ ആയിരിക്കണം അല്ലെ. ഇപ്പൊ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇപ്പൊ പറഞ്ഞു ഒ എഫും ഒ ഡിയും ഈക്വൽ ആണെന്ന്, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഒ എഫും ഒ ഡിയും ഈക്വൽ ആണ്. പിന്നെ പറയുന്നു അതേ അതിൽപ്പെട്ട ഒ എഫും ബി എഫും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതവിടെ പറയുന്നത് ഒ എഫും ബി എഫും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ ബി എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഒ എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈ ഒ എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഒ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് മനസ്സിലായി. therefore BF is equal to OF is equal to OD. അതുകൊണ്ട് എന്താ പറയാ, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനെ നമ്മളൊരു ഇതിനൊരു എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതും എക്സ് ആണ്. അതുകൊണ്ട് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 2x ആണ്. അറ്റ് ദാറ്റ് ടൈം ദിസ് വിൽ ബി എക്സ്. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ബി ഒ ഈസ് ടു ഒ ഡി? therefore നമുക്ക് പറയാം therefore BO is to OD is equal to BO, that means this much distance is to this distance is equal to 2x is to x എന്ന് വരും. That is equal to 2 is to 1 which we are asked to prove. ഇപ്പം എന്താ സംഭവിച്ചത്, ഈ രണ്ട് മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ദറ്റ് ഈസ് സെൻട്രോയിഡ്. ആ സെൻട്രോയിഡ് എന്ത് ചെയ്യുന്നു, ഈ മീഡിയനെ 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. എന്ന അതേ കാരണം കൊണ്ട് ഒക്കെ തന്നെ ഈ മീഡിയനെയും ഒ എന്ന് പറയുന്ന പോയിന്റ്, അതായത് സെൻട്രോയിഡ് 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് വരക്കണത്. ഇത് വരക്കണതിന് പകരം ഇങ്ങനൊരു മീഡിയനായിരുന്നു വരച്ചത് എങ്കിലോ അപ്പോഴും ഈ മീഡിയനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ട രീതിയിലായിരിക്കണം ഇവിടുന്ന് വരക്കാനുള്ള മീഡിയൻ പാസ് ചെയ്യേണ്ടത്. Okay, therefore that median has to pass through the same point of this O. ഈ O ഇപ്പോൾ നിൽക്കുന്ന അതേ പോയിന്റിലൂടെ തന്നെ ആയിരിക്കണം ഇവിടെ നിന്നുള്ള മീഡിയനും പാസ് ചെയ്യേണ്ടത്. കാരണം ഈ രണ്ട് മീഡിയൻ മാത്രം നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യമൊക്കെ അവിടെ വരണം എന്ന് പറഞ്ഞാൽ ഇതിനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം എന്ന് പറയുമ്പം അത് ഒരു പോയിന്റ് ഇവിടെ ഉള്ളൂ, ആ പോയിന്റിലൂടെ ആയിരിക്കണം അപ്പോൾ അടുത്ത മീഡിയനും പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ നമുക്കിവിടെ മനസ്സിലായി. ഒന്ന് 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് മനസ്സിലായി. മറ്റൊരു കാര്യം ഓൾ മീഡിയൻസ് വിൽ മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്നും കൂടെ മനസ്സിലായി. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താ കാരണം നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് a line is to be divided in the ratio 2:1, there exists only one such a point in a median, and so when the next median is drawn, since that median has to divide it at the same point in order to divide the median in the ratio 2:1, they all has to pass through a single point. Therefore all medians pass through a single point. നമുക്ക് അതൊരു ബോക്സിൽ എഴുതാം. ഇത്രയും കാര്യങ്ങൾ, ഈ ചിത്രം വരയ്ക്കുക, ഈ ചോദ്യം എഴുതുക, ഈ ചിത്രം വരയ്ക്കുക, ഇത്രയും വിശദീകരണം വളരെ വൃത്തിയിൽ നിങ്ങളുടെ നോട്ടിൽ എഴുതുക. ഓക്കെ, നൗ വി ഹാവ് പ്രൂവ്ഡ് സെൻട്രോയിഡ് ഡിവൈഡ് ഈച്ച് മീഡിയൻ ഇൻ ദി റേഷ്യോ 2:1. ദെൻ ഹാവ് ഇറ്റ് റിട്ടൺ. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊരു ബോക്സിലാക്കാം. സി, all medians will pass through a single point. That point divide each median in the ratio 2:1. ആ പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയാം. ഓൾ മീഡിയൻസ് വിൽ പാസ് ത്രൂ എ സിംഗിൾ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു മീഡിയനും കൂടി ഇവിടെ വരക്കാനുണ്ട്. ആ മീഡിയനും പാസ് ചെയ്യുന്നത് ഈ പോയിന്റിലൂടെ തന്നെ ആകും എന്നർത്ഥം. അല്ലാതെ ഈ പുറത്തു കൂടെ ഇതിലൂടെ ഒന്നും പോകില്ല, ഇതേ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്യേണ്ടതുണ്ട്. ഓൾ മീഡിയൻസ് പാസ് ത്രൂ എ സിംഗിൾ പോയിന്റ് ആൻഡ് each at that point where all meet, that point divide each median in the ratio 2:1. And so you have to write such a note and put that one in a box. ഇനി ഒരു പ്രോബ്ലത്തിന് നമുക്ക് ആൻസർ ചെയ്യാം. See, read the question. In the picture, the perpendicular is drawn from the midpoint of the hypotenuse of a right triangle to the base. Here, this one is a right-angled triangle. This one is the hypotenuse. From its midpoint, a perpendicular is drawn to the base.
Calculate the length of the third side of the large right triangle. This one is a right triangle. It's the third side is not given. We are asked to calculate that one. And the length of the three sides of the small right triangle. This one is drawn perpendicular. Mean here it is 90 degree. Mean this will be a small right triangle. It's all sides that we have to calculate. That is the question. And so here hypotenuse of the larger triangle is 10 centimeter and its base is 8 centimeter. Therefore, third side of the larger triangle is equal to third side of the large triangle. Third side of the large triangle is equal to by applying Pythagoras it is square root of hypotenuse square minus base square mean 10 square minus 8 square is equal to root of 100, 10 square is 100 minus 8 square is 64. Root of 100 minus 64 will be root 36. That's equal to 6 centimeter. That means this side is now 6 centimeter. Now it is said in the question, this one is the midpoint of the hypotenuse and a perpendicular is drawn from there to the base. A perpendicular is drawn from here to base, mean here this will be 90 degree. This angle is 90 degree. This angle is already 90 degree. And so these two corresponding angles are each 90 degree, mean these two lines are parallel. Therefore, in what ratio this side divide this side, in the same ratio here the division take place, mean here it is 1:1. Therefore, here it is also should be 1:1, mean this sort 8 centimeter total length when divided by this line into two equal part, this will be 4 and this will be 4. This will be 5 because it is at this one is midpoint. So this 5 and this 4 ആണ്. What about this one? അത് പൈതഗോറസ് ഉപയോഗിച്ചിട്ട് കിട്ടും, അല്ലാതെ കിട്ടും. എങ്ങനെ അല്ലാതെ കിട്ടുന്നത്? This one is the line joining midpoints of two sides of a triangle. It should be half of the third side, mean it should be half of this one. This one 6 centimeter and this will be half of that one, mean 3 centimeter. Therefore, sides of the small triangle are smaller triangle are what are the sides? This one 5 centimeter, 4 centimeter, 3 centimeter, 5 centimeter, 4 centimeter, 3 centimeter. Then we have answered the question. Okay, you can write such a question and these steps in your notebook. Anyway, let us conclude today. Thank you all.